ഹരിശ്രീ ഗണപതിയെ നമ അവിഘ്നമസ്തു. നക്ഷത്രജാലത്തിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു. മൂലം നക്ഷത്രത്തിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അതിന് മുന്നൊരു കാര്യം പറഞ്ഞോളട്ടെ. ഞാൻ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ഒരു ബെല്ലിൻ്റെ ചിത്രമുണ്ടാകും. തൊട്ട് കഴിയുമ്പോൾ 3 കാര്യങ്ങൾ വരും. അതിൽ ഓൾ എന്നുള്ളൊരു വിഭാഗം തൊട്ട് വെച്ചാൽ ഇടുന്ന വീഡിയോയൊക്കെ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കും. മൂലം നക്ഷത്രക്കാർക്ക് പരിവർത്തനത്തിന് സമയമായി എന്നാണ് 2025 സൂചിപ്പിക്കുന്നത്. അതിൻ്റെ ഫലമായി പല മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. തൊഴിൽപരമായി നോക്കുകയാണെങ്കിൽ പുതുവർഷം നിങ്ങൾക്ക് അവസരങ്ങളും അതുപോലെ തന്നെ വെല്ലുവിളികളും നൽകുന്ന ഒരു വർഷമായിരിക്കും. ചില ഘട്ടങ്ങളിൽ കരിയറിൽ തടസ്സങ്ങളും പ്രശ്നങ്ങളും നേരിടേണ്ടി വരും. എന്നാൽ വ്യാഴം അനുകൂല ഭാവമായതിനാൽ ഇവർക്ക് വിജയത്തിന് അധികം കഷ്ടപ്പെടേണ്ടി വരില്ല എന്നതാണ് സത്യം. സാമ്പത്തിക നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. വൈകാരികമായി ഉയർച്ച താഴ്ചകൾ ഉണ്ടാകുന്ന സമയമാണ് എന്നതിൽ സംശയം വേണ്ട. അത് നിങ്ങളുടെ മാത്രമല്ല, ഇവർക്ക് വ്യക്തിബന്ധങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പരാജയം സംഭവിക്കാം. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ സമ്മർദ്ദമുണ്ടാവാം. പലപ്പോഴും യോഗയോ ധ്യാനമോ ശീലിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. മനസ്സമാധാനമുണ്ടാകും. ഇത് മൊത്തത്തിലുള്ള ക്ഷേമത്തിനും മാനസികാരോഗ്യത്തിനും സഹായിക്കുന്നു. ജോലിയുടെ കാര്യത്തിൽ അനാവശ്യ ടെൻഷൻ ഒഴിവാക്കുക. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ള ചെറിയ കാര്യങ്ങൾ. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടി നമ്മൾ അടുത്ത ക്ഷേത്രങ്ങളിലൊക്കെ ഒന്ന് പോകുന്നതും ഒക്കെ നല്ലതാണ്. മാത്രമല്ല ഒക്കെ പിറന്നാളുകൾ തോറും എന്തെങ്കിലുമൊക്കെ ശക്തിയാൽ കഴിയുന്ന വഴിപാട് ഒക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെന്താ പറയുക, താൻ പാതി ദൈവം പാതി എന്നാണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഈശ്വരനും നമ്മളെ കുറേയൊക്കെ സഹായിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചൊക്കെ നമ്മൾ അങ്ങനെയും കൂടി ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ പിറന്നാളുകൾ തോറും ഒന്ന് ക്ഷേത്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിരിക്കാം. കുറേയൊക്കെ കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. വിളിക്കുന്നത് നമസ്കാരം.